உன் மனசுல உள்ளத க்ளீனா சொல்லு கோகிலா. இவ்வளோ ஒரு லாஸ்ட் ஒரு 2 வீக்ஸ் 1 மந்த்தா கிட்ட டெய்லி வீடியோஸ் டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது அசிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்பெல்லாம் எல்லாம் ஸ்டார்ட் பண்ணி இல்ல ഫേക്ക് അക്കൗണ്ട് ഇല്ല. ഞാൻ ചെന്നൈയിൽ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇതൊരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാ ചെയ്യുന്നതിന്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ വരെ പോയത്, കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? അത് കണ്ടായിരുന്നല്ലോ. ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിருக்க, അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ பேசு. அதான் சொல்லிருக்கேன். எல்லாம் வந்து நீ சொல்லு, மனசுல பேச கூட எனக்கு வந்து ஒரு மாதிரி இருக்கு. நீங்க எல்லாம் இப்போ நீங்கள் போட்டால் கூட அது வந்து எப்படி சொல்கிறது, நெகட்டிவாக தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளோ அசிங்கமாக ரொம்ப கீழ்த்தனமாக பேசுகிறாங்க. ஏன்னா கமெண்ட் பண்ணுறது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாமல் ரொம்ப அசிங்கமாக பேசுகிறாங்க. இதெல்லாம் எப்படி வந்து என்னால் இது பண்ண முடியும்? கமெண்ட் எத்தனை பேர் வேணும் பாருங்க. ஒரு சேனலில் ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்ணுறீங்க. ஒரு பேஷண்ட், நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ எனக்கு திருச்சி ஜீவன் தெய்வம் கொடுத்தா இப்போ அந்த ஜீவனை எடுக்கிறதுக்காக ശ്രമിக்கிறீங்களா? நான் നന്നായിട്ട് ഞങ്ങൾ 2 പേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം വേണം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുവോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ? അത് നിങ്ങൾ വിശ്വസിക്കുവോ? അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ അത് എനിക്കിட்ட റെക്കോർഡ് இருக்குது. അന്നേ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കேன். അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കും. എല്ലാം കാണിച്ചു കൊടുത്തു ഞാൻ. പോലീസ് എൻ്റെ വീട്ടിലേക്ക് എത്തി. ഇത് കമ്മീഷണർ ഓഫീസിൽ നിന്ന് പോലീസ് വന്നു. പക്ഷേ എന്തിനാ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവോ? സംഭവം അങ്ങനെയൊക്കെ ഉണ്ടാവോ? എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ. എന്തായാലും മുൻ പങ്കാളി എലിസബത്തിനെതിരെ പരാതി നൽകിയതിനു ശേഷം ബാലയും ഭാര്യ കോകിലയുമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തുടർച്ചയായി വെബ് സീരീസിലെ എപ്പിസോഡുകൾ പോലെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നുകൊണ്ട് തങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളാണ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ കമന്റുകളൊക്കെ കണ്ടാൽ അത്രത്തോളം മോശമാണ്, തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഈ ബാലയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ നിലനിന്നിരുന്നു. എലിസബത്തും അതുപോലെ തന്നെ അമൃത സുരേഷും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു വഴിയിലുണ്ടെങ്കിൽ അത് പരാതിയായി ഉന്നയിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ അവരുടെ ഇപ്പോഴത്തെ ഭാര്യ കോകിലയെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിൽ അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാകരുത് എന്നുള്ളതാണ്.